നമസ്കാരം. SBCയുടെ മറ്റൊരു വീഡിയോയുമായി തിരുവല്ല കറ്റോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കറ്റോട് ജംഗ്ഷനിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ നമ്മൾ ഈ കാണുന്ന വസ്തു, അതും മണിമലയാറിന് ഫ്രണ്ടേജോട് കൂടിയുള്ള ഒരു വസ്തുവാണ്. വാട്ടർ ഫ്രണ്ടേജ് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നല്ല രീതിയിൽ ഒരു വീട് വെച്ച് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലാൻഡാണിത്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആറ്റ് തീരം നല്ല വൃത്തിയായിട്ട് കല്ല് കെട്ടി സുരക്ഷിതമാക്കി ഇതിന് വേലി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ താഴേന്നേ മതിൽ കെട്ടി കല്ല് കെട്ടി സുരക്ഷിതമാക്കിയിരിക്കുന്ന ലാൻഡാണ്. നല്ല രസകരമായ വസ്തു. വാട്ടർ ഫ്രണ്ടേജ് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വില അധികമൊന്നും ലാൻഡ് ഓണർ ചോദിക്കുന്നില്ല. ഒരു സെൻറ്റിന് 2.5 ലക്ഷം രൂപ മാത്രമാണ്. തിരുവല്ലയുടെ ഹൃദയഭാഗത്ത് നല്ല വാട്ടർ ഫ്രണ്ടേജ് കണ്ടോ, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ മനോഹരമാണ്, വളരെ മനോഹരം. ഈ മഴ സമയമായതുകൊണ്ട് കുറച്ച് മരങ്ങളൊക്കെ വളർന്ന് ആറ്റിലേക്ക് മറിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ആ വ്യൂ ഒരല്പം കുറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല രസകരമായ വസ്തു. ഒന്നുകൊണ്ടും പേടിക്കാനില്ല. സൈഡെല്ലാം കെട്ടി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. ഇടിഞ്ഞു പോകുന്ന ഒരു കാരണവശാലും പേടിക്കണ്ട. ഇത് 10 സെൻറ്റ് വസ്തുവാണ്. 2.5 ലക്ഷം രൂപ മാത്രമേ ലാൻഡ് ഓണർ ഒരു സെൻറ്റിന് ചോദിക്കുന്നുള്ളൂ. ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും 9388464451 എന്ന നമ്പറിലോ കമ്പനിയുടെ ബാക്കി ഏത് നമ്പറിൽ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല സ്ക്വയർ പ്ലോട്ടാണ്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കറ്റോട് ജംഗ്ഷനാണ്. തിരുവല്ലയിൽ നിന്നും കോഴഞ്ചേരിയിലേക്ക് പോകുന്ന TK റോഡിൽ കറ്റോട് ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ നിന്നും തിരുവല്ലയിൽ നിന്ന് വരുമ്പോൾ വലത്തേക്ക് നമുക്കിവിടെ കാണാം. വലത്തേക്ക് തിരിയുമ്പോൾ വഴി 2ആയിട്ട് തിരിയുന്നുണ്ട്. ഒന്ന് തിരുമൂല ഭാഗത്തേക്കും, കയറിയാൽ ഉടനെ ഇടത്തോട്ട് തിരിയുന്ന ഭാഗമെന്ന് പറയുന്നത് സെൻറ്റ് മേരീസ് ജ്ഞാനായ ചർച്ച് കറ്റോട്, അവിടേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ആ വഴി കയറി ഇങ്ങ് വരുമ്പോൾ ചർച്ച് കാണാം. സെൻറ്റ് മേരീസ് ജ്ഞാനായ സിറിയൻ ചർച്ച്. ചർച്ച് കഴിഞ്ഞ് ആദ്യം കാണുന്ന റൈറ്റിലേക്കാണ് നമുക്ക് തിരിയേണ്ടത്. നേരെ താഴേക്കുണ്ട്, അങ്ങോട്ടല്ല, നമുക്ക് ഈ കാണുന്ന റൈറ്റിലേക്ക്. നമ്മള് വഴി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കാണാം, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. കുറെ അധികം വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നത് ആ നേരെ കാണുന്നതാണ്.